പാകിസ്ഥാന്റെ മിലിറ്ററിയെ പറ്റി സംസാരിക്കുമ്പോൾ അതൊരു റിച്ചസ്റ്റ് കമ്പനി എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് എന്ത് മണ്ടത്തരമാണ് പറയുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നതിനും വലിയ കാരണങ്ങളൊക്കെ ഉണ്ട് താനും. ഇതിന് കാരണമെന്ന് പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കണ്ടെയ്നറിന്റെ പുറകെ അതിനു വേണ്ടിയിട്ട് ഓടുന്ന പാകിസ്ഥാനികളെ വാർത്തകളിൽ നമ്മൾ ധാരാളം കണ്ടു. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഒരു പട്ടാളം എത്ര മാത്രം ധനികരാണ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി പാകിസ്ഥാൻ മിലിറ്ററിയുടെ അധീനതയിലാണുള്ളത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഫെർട്ടിലൈസർ കമ്പനി സൈന്യത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാണുള്ളത്. പാകിസ്ഥാനിലെ മിക്ക സ്കൂളുകളും മിലിറ്ററിയുടെ അധീനതയിലാണുള്ളത്. മാത്രമല്ല അവരുടെ സെയിൽസ് റവന്യൂ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അംബാനി അദാനി പോലെയുള്ള സെറ്റപ്പിലൊക്കെ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേര് തന്നെ നിലനിൽക്കുന്നുണ്ട്. എ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്നാണത്. അപ്പോ ഇങ്ങനെ ഒരു പേര് പാകിസ്ഥാൻ ആർമിക്ക് എങ്ങനെ കിട്ടി എന്നതിനെ പറ്റി വല്ല ഊഹമുണ്ടോ? കാരണം പാകിസ്ഥാൻ ആർമി ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് പൈസ സമ്പാദിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്രകാരം അവർ സ്വരൂപിച്ചെടുക്കുന്ന പൈസ അവരുടെ ഓഫീസർമാർക്ക് വേണ്ടി മാത്രമായിട്ട് വീതിക്കുന്നു. സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതല്ല, പാകിസ്ഥാനിലെ മിലിറ്ററി എക്സ്പേർട്സ് തന്നെ അഭിപ്രായപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള അയൽക്കാരായ പാകിസ്ഥാന്റെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഏതൊക്കെ തരത്തിലുള്ള എഫക്ട്സുകളാണ് ഈ പാകിസ്ഥാൻ ആർമി മുഖേന ഉണ്ടാകുന്നതെന്ന് തുടങ്ങിയ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതും ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. അതായത് GDP റാങ്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ 42ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. എന്നാൽ സൈനിക ശക്തിയുടെ കാര്യം നോക്കുമ്പോൾ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നും കാണാൻ കഴിയും. നമ്മൾ സൈനിക ശക്തികൾ എന്ന് കണക്കാക്കുന്ന ഇറ്റലി, ഇസ്രായേൽ, ഓസ്ട്രേലിയ, അപ്പോൾ ഇങ്ങനെയുള്ള ചില രാജ്യങ്ങളെല്ലാം ഈ മിലിറ്ററി സ്ട്രെങ്തിന്റെ കാര്യം നോക്കുമ്പോൾ പാകിസ്ഥാന് പിന്നിലാണ് എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ ചിന്തിക്കണം. ഇതിന് ഏറ്റവും വലിയ കാരണം എന്തെന്നാൽ പാകിസ്ഥാൻ മിലിറ്ററി തന്നെയാണ് ആ രാജ്യത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ എന്നാണ് മറുപടി പറയാനുള്ളത്. 2000-ലധികം ടാങ്കുകളും 4000-ലധികം ആർട്ടിലറികളും 425 കോമ്പാക്ട് എയർക്രാഫ്റ്റുകളും 9 മുങ്ങിക്കപ്പലുകളും ഈ പാകിസ്ഥാന്റെ ആർമിയുടെ ശേഖരത്തിലുണ്ട് എന്നതാണ് വസ്തുത. മാത്രവുമല്ല, റീസെന്റ് ആയിട്ട് അവർ ചൈനയോടൊപ്പം ചേർന്ന് ഷഹീൻ 2 എന്നൊരു ലോങ് റേഞ്ച് മിസൈൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പക്കൽ ഈ പറഞ്ഞതിന്റെയൊക്കെ ഇരട്ടിയിലധികം എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇന്ത്യയുടെ മിലിറ്ററി എക്യുപ്മെന്റ്സ്, അതിന്റെ സ്ട്രെങ്ത് ഇതിനെക്കാട്ടി എത്രയോ വലുതായിട്ടുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഇന്ത്യയുടെ മിലിറ്ററി സ്ട്രെങ്തിനെയും ആ ഒരു സ്ട്രക്ചറിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വീഡിയോ തയ്യാറാക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന ചൈനീസ് ആർമി പാകിസ്ഥാൻ ആർമിയുമായി വളരെയധികം കൊളാബറേഷനിൽ നിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്നാൽ പല തരത്തിലുള്ള ടെറൈനുകളിൽ നമുക്ക് യുദ്ധം ചെയ്ത് പരിചയമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ചൈനീസ് ആർമി ആവട്ടെ ലാസ്റ്റ് ഫൈറ്റ് ചെയ്തത് 1979 ഒരു വിയറ്റ്നാം വാറാണ്. പക്ഷെ അവരതിൽ പരാജയപ്പെടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ മേഖലയൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയേക്കാൾ ഒരുപാട് മുന്നിലാണ് പാകിസ്ഥാൻ ആർമി എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒഫീഷ്യൽ റെക്കോർഡുകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പക്കൽ 140 ആണവായുധങ്ങളൊക്കെ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ പക്കൽ 150 എണ്ണമാണ് എന്ന് കാണാൻ സാധിക്കും. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കണക്കുകൂടി ഞാൻ പറഞ്ഞുതരാം. 1993 മുതൽ 2006 വരെയുള്ള പാകിസ്ഥാൻ ആനുവൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അവരുടെ 20% ചെലവ് വന്നേക്കുന്നത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ ബജറ്റിന്റെ 1/5 ഭാഗത്തോളം വരും ഈ ഒരു കണക്ക് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലിയൊരു സംഖ്യയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത്തരം പൈസ അവരവരുടെ ആരോഗ്യത്തിനോ ഭക്ഷണത്തിനോ വിദ്യാഭ്യാസ മേഖലകളിലോ ഒക്കെ ചെലവാക്കിയിരുന്നെങ്കിൽ ഇന്ന് ലോകം മനസ്സിലാക്കുന്ന പോലുള്ള ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കൂപ്പുകുത്തി വീടില്ലായിരുന്നു. ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഈ ബജറ്റിലൂടെ ഗവൺമെന്റ് നീക്കി വെക്കുന്ന ഈ ഒരു ഫണ്ട് അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് ശരിക്കും പാകിസ്ഥാൻ മിലിറ്ററിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം എന്നാൽ പാകിസ്ഥാൻ ആർമി തന്നെയാണ് ഏറ്റവും വലിയ റിച്ചസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ മിലിറ്ററി വളരെ സ്ട്രെങ്ത് ആണ് എന്ന് നമ്മൾ നന്നായിട്ട് ഇപ്പൊ മനസ്സിലാക്കി. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റി കൂടി വിശദമായി പറഞ്ഞു തരാം. തുടക്കത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, പാകിസ്ഥാൻ മിലിറ്ററിയെ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന്.
രാജ്യം കഷ്ടപ്പാടും സാമ്പത്തിക പരാധീനതകളും അനുഭവിക്കുമ്പോഴും പാകിസ്ഥാൻ മിലിറ്ററി ഇതൊന്നും കാര്യമായിട്ട് ബാധിക്കുന്നതേ ഇല്ലായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം അവരുടെ ഇക്കണോമിക് ബാക്ക് ബോൺ തന്നെയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം പേരിന് മാത്രം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനിലെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന പോലെ ഒരു ഇലക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എപ്പോഴും അവിടുത്തെ ആർമി തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിച്ചിട്ട് ഏകദേശം 77 വർഷമാകുന്നുണ്ട്. എങ്കിലും 34 വർഷത്തോളം പട്ടാള ഭരണം തന്നെയാണ് അവിടെ നടക്കുന്നത്. ജനറൽ അയൂബ് ഖാൻ, ജനറൽ യായ ഖാൻ, ജനറൽ സിയാഉൽ ഹക്ക് തുടങ്ങിയവരെല്ലാം ഭരണം അട്ടിമറിച്ച് സ്വയം ഭരണത്തിൽ കയറിയ പാകിസ്ഥാൻ മിലിറ്ററി ജനറൽമാരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരികൾ ആരും ഒരു 5 വർഷം എന്ന് പറയുന്ന ആ ഒരു ടൈം പൂർത്തീകരിച്ചിട്ടില്ല എന്നും കാണാൻ സാധിക്കും. അപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ ഇതെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. പാകിസ്ഥാന്റെ 70 വർഷത്തെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ എന്ന് പറയുന്ന വ്യക്തി. ഇമ്രാൻഖാന്റെ ആസന്നമായ പതനം അടിവരയിടുന്നത് ഒറ്റ കാര്യമാണ്: പാക് രാഷ്ട്രീയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം എപ്പോഴും സൈന്യത്തിന്റെ പക്കൽ തന്നെയാണ് എന്നുള്ളൊരു വസ്തുത. അതായത് ഇമ്രാൻഖാനെ വാഴ്ത്തിയതും സൈന്യം തന്നെയാണ്, വീഴ്ത്തിയതും പാകിസ്ഥാൻ ആർമി തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ബിസിനസ് ഓർഗനൈസേഷൻ പാകിസ്ഥാൻ ആർമിയാണ് എന്ന്. അത് എങ്ങനെയായി എന്നതിനെ പറ്റിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഫൗജി ഫൗണ്ടേഷൻ പാകിസ്ഥാനിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബിസിനസ് കോൺഗ്ലമറേറ്റ് ആണ്. അപ്പോൾ കോൺഗ്ലമറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഇതെന്ന് പറയുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന്റെ കാര്യം തന്നെ എടുക്കാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയൊക്കെ എന്ന് നമ്മൾ സാധാ പറയുന്നത് പോലെ ഉപ്പ് തൊട്ട് സോഫ്റ്റ്വെയർ വരെ ബിസിനസ് ചെയ്യുന്നതാണ് ടാറ്റ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാനിലെ സ്കൂളുകൾ, പെട്രോൾ പമ്പുകൾ, ബാങ്കുകൾ, ഫെർട്ടിലൈസേഴ്സുകൾ, പലതരത്തിലുള്ള ബിസിനസ്സുകൾ, ഇങ്ങനെ 50ഓളം ലിമിറ്റഡ് കമ്പനീസ് നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ ആർമിയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതിന്റെ ആനുവൽ ഇൻകം ഒക്കെ നമ്മളൊന്ന് കണക്കാക്കി കഴിഞ്ഞാൽ 26.5 ബില്യൺ ഡോളറിന് മുകളിലാണ് വരുന്നതെന്ന് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കണക്കുകൾ വെച്ചിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിന്റെ റവന്യൂ കണക്കാക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ അദാനി, അംബാനി ഗ്രൂപ്പുകളെക്കാൾ മുകളിൽ വരും എന്നുള്ളൊരു ഫാക്ട്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ എയ്ഡ് അവർക്ക് ആവശ്യമില്ല എന്ന് കൂടി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇപ്രകാരം പാകിസ്ഥാൻ ആർമിയുടെ കൈവശം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിമിറ്റഡ് കമ്പനികളോടൊപ്പം തന്നെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഭൂമി കൂടി കൈവശമുണ്ട് എന്നുള്ള ഒരു അഡീഷണൽ ഫാക്ട് കൂടി നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഒഫീഷ്യലി നമ്മൾ ഇതിന്റെ കണക്കുകളൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 12% ഭൂമിയും പാകിസ്ഥാന്റെ ഭൂമിയും കൈവശം വെച്ചിരിക്കുന്നത് ആർമിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മിലിറ്ററിയുടെ അധികാരത്തിൽ വരുന്ന ഓരോ ഓഫീസേഴ്സും കോടിപതികളാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാകിസ്ഥാന്റെ മിലിറ്ററിയിൽ നിന്ന് സ്ഥാനമൊഴിയുന്ന ഓരോ പട്ടാള അധികാരികൾക്കും 240 ഏക്കർ ഫാം ലാൻഡ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നു. ഇതിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് തള്ളുന്ന ഒരു സംഖ്യയിലേക്ക് പോകും. മാത്രമല്ല ഇത്തരം മിലിറ്ററി ഓഫീസേഴ്സിന്റെ കുട്ടികൾ വിദേശത്ത് നല്ല രീതിയിലുള്ള പഠനങ്ങൾ പൂർത്തിയാക്കുന്നത് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ റിട്ടയർ ആകുന്ന സമയത്ത് ഇത്തരം ഓഫീസർമാർ അവരുടെ തന്നെ അധീനതയിലുള്ള ഏതെങ്കിലും കമ്പനിയിൽ വളരെ ഉയർന്ന പോസ്റ്റിൽ, ഉയർന്ന ശമ്പളത്തിൽ നിയമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു സിസ്റ്റം അവർ ഉണ്ടാക്കി തന്നെ വെച്ചേക്കാണ്. അതായത് നിങ്ങൾ പാകിസ്ഥാനിലെ ആർമിയിലേക്ക് നേരെ വന്ന് ചേരുക, ഈ ആർമിയിൽ ഇരുന്നുകൊണ്ട് ആർമിയെ മാത്രം സേവിക്കുക, അതിനുശേഷം അവരുടെ റിട്ടയർ നടക്കുന്നു. റിട്ടയറിൽ പോയതിനു ശേഷം അവരവരുടെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ വലിയ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് മാക്സിമം പണം സമ്പാദിക്കുക. ഈ ഒരു സിസ്റ്റം പാകിസ്ഥാൻ ആർമിയിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം 2007 അടിസ്ഥാനമാക്കിയുള്ള കണക്കാണ്. ഈ കാലഘട്ടത്തിൽ അതിന്റെ മൂല്യം എത്രയാണെന്നൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ നമ്പേഴ്സിലേക്ക് അത് പോകുമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പിടികിട്ടും. ഈ പാകിസ്ഥാനിലെ ജനത കഴിവില്ലാത്തവരും അഴിമതിക്കാരുമാണെന്നും ഒരു രാജ്യത്തെ സമർത്ഥമായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രാവീണ്യമൊന്നും ഇല്ല എന്നുമൊക്കെയാണ്. അപ്പൊ അങ്ങനെ കഴിവില്ലാത്തവരാക്കി പാകിസ്ഥാനിലെ ജനതയെ മാറ്റിക്കൊണ്ടാണ് ഈ ആർമി ഇങ്ങനത്തെ ഈ തരത്തിലുള്ള ഒരു റൂളിംഗ് അവരുടെ ഈ രാജ്യത്ത് നടത്തുന്നതെന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ രത്ന ചുരുക്കം എന്തെന്നാൽ ഇത് പാകിസ്ഥാനിലെ മിലിറ്ററി അവിടുത്തെ രാഷ്ട്രീയ അധികാരികളെക്കാൾ പവർഫുൾ ആണ് എന്നുള്ളതാണ്. മരപ്പാവകളെ പോലെ തങ്ങളുടെ വാക്കുകൾ മാത്രം കേട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളിലേക്ക് മിലിറ്ററി ഓഫീസർമാർ നിയമിക്കുന്നത് എന്നാണ് അർത്ഥം. സ്വന്തമായി ശബ്ദമുള്ളവരെയും മിലിറ്ററിയെ എതിർക്കുന്നവരെയും തൽക്ഷണം ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന പോലെയുള്ള കർശന നടപടികളും പാകിസ്ഥാൻ ആർമി സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ കുറിച്ച് തന്നെയാണ്. രാജ്യത്ത് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും നിലവിൽ വന്ന ഫലങ്ങളിൽ വളരെ ആശങ്കയുണ്ടെന്നും അറിയിച്ച് അമേരിക്കയ്ക്ക് അദ്ദേഹം പ്രത്യേക സന്ദേശമൊക്കെ അയക്കുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ ഫലമായി തന്റെ സ്ഥാനം തന്നെ തെറിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തു. വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ പിന്നീട് പാകിസ്ഥാനിൽ കാണുകയുണ്ടായി. വലിയ പ്രശ്നങ്ങളുണ്ടായി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അവിടെ മിലിറ്ററി ഭരണം നടക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതാണ്. ഇതിന് ഒരു ചെറിയ മാറ്റം വരുത്തണമെന്ന ഉദ്ദേശം
ഉദ്ദേശത്തോടു കൂടിയാണ് 2010 അവരുടെ ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോം പ്രകാരം പ്രസിഡന്റിന് പാർലമെന്റ് ഡിസോൾവ് ചെയ്യുന്നതിന്, അതായത് പ്രധാനമന്ത്രിയൊക്കെ പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു അധികാരം ഉണ്ടാവുകയില്ല. എന്നാൽ ഗവൺമെന്റുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ പേരിന് മാത്രം പ്രാവർത്തികമാക്കുന്ന ഒരു മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര വലിയ കാര്യമേ ആയിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 5 വർഷം തികച്ച് ഭരിക്കാൻ സാധിക്കുന്നില്ല എന്ന വിഷമകരമായ ഒരു അവസ്ഥ. ഇത് ഒരു തവണത്തെ കാര്യമല്ല, നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ദയനീയമാണ്. മിലിറ്ററി ഡോമിനൻസ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ശാപമായി തുടരുകയാണ്. പാകിസ്ഥാനിലെ നിലവിലെ അവസ്ഥ ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ നമുക്ക് വിശദീകരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനിൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നത് തീർച്ചയായുമാണ്. ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കാരണമാണ് പാകിസ്ഥാൻ ആർമി രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. പാകിസ്ഥാൻ ആർമിയുടെ ഭരണത്തിന് കീഴിലായതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്കൊന്നും പാകിസ്ഥാനിലേക്ക് എത്തിപ്പെടാനോ അവിടെ പ്രവർത്തിക്കുന്നതിനോ സാധ്യമല്ല. ഈ ഒരു കാരണത്താൽ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം പൂർണ്ണമായും ആർമിയുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് ആയി തന്നെ പ്രവർത്തിക്കുന്ന മിലിറ്ററി സിസ്റ്റത്തിന്റെ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം ഉയർന്നു പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ആർമിക്ക് മാത്രം ഗുണമുണ്ടാകുന്ന ഇത്തരം സംഭവ വികാസങ്ങളിലൂടെ ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ വീണ്ടും പാകിസ്ഥാനിൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അതേ രീതിയിൽ തന്നെ നിലനിന്നു പോകുന്നു എന്ന്. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും കണക്കാക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഓരോ പാകിസ്ഥാനികൾക്കും നമ്മുടെ ലക്ഷ്യം ഇന്ത്യ മഹാരാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയല്ല, മറിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായി വരികയാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ പാകിസ്ഥാൻ ഇന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തീർച്ചയായും മോചനം ലഭിക്കും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ ജനല ഇതെല്ലാം മനസ്സിലാക്കി പാകിസ്ഥാനിലെ ശരിക്കും പ്രശ്നങ്ങളിലേക്കുള്ള ഉത്തരം തേടി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ദിവസം വിദൂരമല്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അവിടെയാണ് മിലിറ്ററിക്ക് ശരിക്കും വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇത്തരം ഒരു അപകട സന്ദർഭം മുന്നിൽ കണ്ടുകൊണ്ടാവണം പണ്ട് തൊട്ടേ പാകിസ്ഥാൻ ആർമി പാകിസ്ഥാനെ ഇത്രയധികം ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഇതിന്റെ സമ്മറി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പാകിസ്ഥാനിലെ ആർമി സെറ്റപ്പിനെ പറ്റിയും അതെന്തുമാത്രം പാകിസ്ഥാനെ ഡോമിനേറ്റ് ചെയ്യുന്നുവെന്നും ഇത് നമ്മുടെ അയൽ രാജ്യങ്ങളെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നതെന്ന് തുടങ്ങി ഒട്ടുമിക്ക സംശയങ്ങൾക്കും ഈ ഒരു വീഡിയോയിലൂടെ ഉത്തരം നൽകാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നിയെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.